രാഹുൽ ഗാന്ധിക്കും കെ.സി. വേണുഗോപാലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി എ.ഐ.സി.സി മുൻ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ രഞ്ജിത്ത് തോമസ്. ബീഹാറിൽ കോൺഗ്രസ് അസ്ഥിപഞ്ജരമായി മാറി. രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും അതിന് അംഗീകരിക്കാൻ മാത്രമുള്ള പ്രവണതയാണ് ഒരു വിഭാഗം നേതാക്കളിലുള്ളത്. വോട്ട് ചോരി കൊണ്ട് മാത്രം ഇന്ത്യയിൽ അധികാരത്തിൽ വരാമെന്ന വിചാരം അജ്ഞത മാത്രമാണെന്നും രഞ്ജിത്ത് തോമസ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. കുറേ കമ്പ്യൂട്ടർ കുട്ടികളെ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രാഷ്ട്രീയം നടത്താമെന്ന് വിചാരിച്ചാൽ അത് കാനഡയെ പോലെയോ ഫ്രാൻസിനെ പോലെയോ അമേരിക്കയെ പോലെ ഇന്ത്യ പോകുമെന്ന് വിചാരിക്കാൻ പാടില്ല. വോട്ട് ചോരിയായാലും എന്തായാലും അതൊക്കെ ഒരു പരിധിവരെ ശരിയായിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു ഇലക്ഷൻ ജയിക്കാമെന്നോ ഈ രാജ്യത്തിലേക്ക് ഇനി വീണ്ടും കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിൽ വരാമെന്നോ ചിന്തിച്ചാൽ അത് അജ്ഞത മാത്രമാണ്. പാർട്ടി വിട്ടുപോകുന്നു എന്ന് മാത്രമല്ല, പാർട്ടി വിടാതെ തന്നെ പാർട്ടിയിൽ നിശബ്ദരായിരിക്കുന്ന നല്ലൊരു ശതമാനം നേതാക്കന്മാരുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല, രാഹുൽ ഗാന്ധിയുടെ ചുറ്റുപാടുമുള്ളവരുടെ കുറ്റമാണ്. അവർ യഥാർത്ഥത്തിൽ അതിനർഹരല്ല. അവർ രാഹുൽ ഗാന്ധിക്കുള്ള ഏറ്റവും വലിയ ബലഹീനത രാഹുൽ ഗാന്ധി അവരെ അമിതമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും യഥാർത്ഥമായിട്ടുള്ള സംഗതികളെ മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവമില്ല. ആ രീതിയിലാണ് ഇന്നും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ പോക്ക്. കുറച്ച് ആൾക്കാർ രാഹുൽ ഗാന്ധിയുടെ ഇൻക്ലൂഡിങ് വേണുഗോപാൽ ചുറ്റുപാടുമുള്ളവർ, വേണുഗോപാൽ മാത്രം ഇത്ര വലിയ അതിശക്തനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണുഗോപാൽ പലതും ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് വേണുഗോപാലിനെ പോലെ മറ്റു പലരും ഉണ്ട് അവിടെ. ഇവരുടെയൊക്കെ അജ്ഞതയും അവിവേകവും കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഈ ജനങ്ങളുടെ മുമ്പിൽ ഈ ഒരു രീതിയിലേക്ക് വരേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇനിയുള്ള ഭാവി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഉപദേഷ്ടാക്കളെയും മാനേജർമാരെയും ഒഴിവാക്കിയിട്ട് വിവരവും കോൺഗ്രസിനോട് ബഹുമാനവും താല്പര്യവും ഉള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി ഈ ഒരു വ്യത്യാസം, ഈ ഒരു വ്യതിയാനം അദ്ദേഹം നടത്തുന്നില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് ഇന്ത്യക്ക് വളരെയധികം ദോഷം സംഭവിക്കും. വിഷ്ണു തലവൂര് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിഷ്ണു, അതായത് നമുക്കറിയാം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അങ്ങനെ സജീവമായ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം പലയിടങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അത് പല നേതാക്കളും തുറന്ന് സമ്മതിക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രഞ്ജിയെ പോലുള്ള ആളുകൾ, ഒരുപക്ഷെ ശശി തരൂർ അടക്കം ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. രാഹുൽ അത്ര പോരാ, അല്ലെങ്കിൽ രാഹുൽ കൂടുതൽ പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില രേഖകളുമൊക്കെയായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ അത് വലിയ രീതിയിൽ കത്തിയില്ല എന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് ഭാരത് ജോഡോ യാത്ര അത് നടത്തിയതും വലിയ രീതിയിൽ പരാജയമായിരുന്നു എന്നൊരു വിമർശനം അത് നേതാക്കൾക്കിടയിൽ തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇതാ രഞ്ജിയെ പോലുള്ളവരൊക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉള്ളത്. ഇത്തരത്തിലുള്ള സ്വരങ്ങൾ ഉയരുമ്പോഴെങ്കിലും കോൺഗ്രസ് അത് മാറ്റി ചിന്തിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്, അല്ലേ? ഭദ്ര, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, അതോടൊപ്പം തന്നെ AICC മുൻ സെക്രട്ടറി കൂടിയായിരുന്നു രഞ്ജിത്ത് തോമസ്. എന്തായാലും നമ്മൾ കൈരളി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ വലിയ വിമർശനം തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു യാത്ര നടത്തിയതുകൊണ്ട്, അതായത് ഈ വോട്ട് ചോരി അത്തരത്തിൽ യാത്ര നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അത്തരത്തിൽ യാത്രകൾ നടത്തുന്നത് കൊണ്ട് ഒരു അധികാരം പിടിക്കാമെന്നുള്ളത് വെറും അജ്ഞത മാത്രമാണ് എന്ന വിമർശനം തന്നെയാണ് രഞ്ജിത്ത് തോമസ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രൗണ്ടിലിറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിറങ്ങി അത്തരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ചുറ്റുമുള്ള ചില കമ്പ്യൂട്ടർ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഒരു ധാരണയെങ്കിൽ അതൊന്നും തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ബീഹാറിൽ കണ്ടത്. ബീഹാറിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് നല്ലൊരു നേതൃത്വം പോലും ഇല്ലാത്ത സാഹചര്യമാണ്. പ്രവർത്തകരെ പോലും പാർട്ടിയിൽ
പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അത്തരത്തിൽ ബീഹാറിൽ കോൺഗ്രസ് അസ്ഥിപഞ്ജരമാവുന്ന സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് രഞ്ജിത്ത് തോമസ് നമ്മളോട് പറയുന്നത്. പ്രത്യേകിച്ച് പല വർഷങ്ങളിലും രഞ്ജിത്ത് തോമസിന് ബീഹാറിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. അതോടൊപ്പമാണ് ഈ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പെരുമാറുമ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പല മുതിർന്ന നേതാക്കളും പാർട്ടി വിട്ടുപോയ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഗുലാം നബി ആസാദ്, കപിൽ സിബൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ പാർട്ടി വിട്ടു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ചുറ്റി നിൽക്കുന്ന ചില ആളുകളാണ്. അത് പ്രത്യേകിച്ച് KC വേണുഗോപാലിൻ്റെ അടക്കം പേര് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞാലും അതൊക്കെ സത്യമാണ് എന്ന് സ്ഥാപിക്കാനുള്ള പ്രവണതയാണ് ഈ നേതാക്കൾക്ക്, രാഹുൽ ഗാന്ധിയുടെ ചുറ്റുമുള്ള നേതാക്കൾക്കുള്ളത്. ഈ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അജ്ഞതയും അവിവേകവുമാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു അവസ്ഥയിലേക്ക്, ജനങ്ങളുടെ മുന്നിൽ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നൊരു രൂക്ഷമായിട്ടുള്ള വിമർശനം കൂടി രഞ്ജിത്ത് തോമസ് ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ ആ ഒരു പഴയ പ്രതാപകാലമൊക്കെ തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പാർട്ടി വിട്ടു പോകുന്നു. അതോടൊപ്പം തന്നെ പല മുതിർന്ന നേതാക്കളുമായി ഒരു കൂടിയാലോചനയ്ക്ക് പോലും രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള ഈ ആളുകൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു മുന്നോട്ട് പോകണമെന്ന രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്തരത്തിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള ഇത്തരം ഒരു അവിവേകം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിവരമില്ലാത്ത ഈ രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള കൂട്ടത്തെ മാറ്റി നിർത്തി വിവരമുള്ള പുതിയ ആളുകളെ ഈ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇനി ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്ത് തോമസ് ഉന്നയിക്കുന്നത്. ഇത് രഞ്ജിത്ത് തോമസിൻ്റെ മാത്രം അഭിപ്രായം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഈ ഒരു വിമർശനം പാർട്ടിക്കകത്തെ പല മുതിർന്ന നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6.5 വർഷത്തോളമാകുന്നു. അപ്പോൾ ആ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് KC വേണുഗോപാലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചടക്കം വലിയ വിമർശനമാണ് ഭദ്ര നിലനിൽക്കുന്നത്. അതെ, തീർച്ചയായും വിഷ്ണു. അങ്ങനെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ പറയുന്നത് മാത്രം കേട്ട് പ്രവർത്തിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിലെ ഒരു പാവയായി മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ പരോക്ഷമായി രഞ്ജി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നമുക്ക് അപ്പോഴും പറയാനുള്ളത് പലരും ഈ പറഞ്ഞതുപോലെ തന്നെ സോണിയാഗാന്ധിയോടുള്ള റെസ്പെക്റ്റ്, ഒപ്പം ഇന്ദിരാഗാന്ധിയോടുള്ള ബഹുമാനമൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു കൊച്ചുമകൻ അല്ലെങ്കിൽ മകൻ എന്ന രീതിയിലൊക്കെ രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ റെസ്പെക്റ്റ് കൊണ്ട് മാത്രം ഒരു പാർട്ടി നിലനിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യചിഹ്നം. കാരണം ബീഹാറിലടക്കം അത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, ഒരു പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെങ്കിലും കുറച്ച് പക്വതയോടുകൂടി പെരുമാറണം എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിഷ്ണു തലവൂരാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്.